തിരുവനന്തപുരം പട്ടത്ത് വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം ഉന്നയിച്ചയാളെ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശി എബിനാണ് അറസ്റ്റിലായത്. പരാതി ഉന്നയിക്കുന്നവർ അത് തെളിയിക്കണമെന്നും ഇല്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞു. പരാതി ഉന്നയിച്ചവർക്കെതിരെ കേസെടുത്ത് അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് പല പോളിംഗ് സ്റ്റേഷനുകളിലും ആദ്യ മണിക്കൂറുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായ സാഹചര്യമുണ്ടായിരുന്നു. പട്ടത്ത് വോട്ട് ചെയ്ത തിരുവനന്തപുരം സ്വദേശി എബിനാണ് വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചത്. തന്റെ വോട്ട് മറ്റൊരു സ്ഥാനാർത്ഥിക്ക് പോകുന്നുവെന്നായിരുന്നു എബിന്റെ പരാതി. ഇതേ തുടർന്ന് ടെസ്റ്റ് റൺ നടത്തിയപ്പോൾ വോട്ടിംഗ് ശരിയായി. തുടർന്നാണ് എബിനെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഒരുപാട് പരാതി ഉന്നയിച്ചതുകൊണ്ട് ഒരുപാട് പേർക്ക് വോട്ട് ചെയ്യാൻ പെട്ടെന്ന് സമയം കിട്ടില്ല. ഹാഫ് ആൻ അവർ ചിലപ്പോൾ ഒരു മണിക്കൂർ ഇതിൽ തടസ്സപ്പെടുന്നുണ്ട്. ഉത്തരവാദിത്വത്തോട് പരാതി ഉന്നയിക്കാം, പക്ഷേ പരാതി തെളിയിച്ചില്ലെങ്കിൽ അത് ശിക്ഷ തീർച്ചയായിട്ട് ഇതിൽ വരും. കമ്മീഷന്റെ നടപടിക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. പരാതിക്കാരൻ തന്നെ പിഴവ് തെളിയിക്കണമെന്ന് എങ്ങനെ പറയാനാകുമെന്ന് ചെന്നിത്തല ചോദിച്ചു. സാങ്കേതിക പ്രശ്നങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതിന് പകരം പരാതിക്കാരനെ ക്രൂശിക്കുന്ന നടപടിയാണ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. VVPAT സംവിധാനം വന്നതിൻ്റെ ഫലമായിട്ടും ധാരാളം പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. എല്ലാ സ്ഥലത്തും പോളിംഗ് ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇത്രയും സമയമെടുക്കുമെന്ന് മനസ്സിലാക്കാതെ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ള നടപടിയാണ് ഇത്രയധികം പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടാക്കിയത്. മീഡിയ 1 തിരുവനന്തപുരം.